വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. ഇനി നമ്മുടെ ഈ റിയാക്ടിന്റെ മോഡലിൽ നമുക്കൊരു ഫോം പ്ലേസ് ചെയ്യാം. ഫോം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ടൈറ്റിൽ, ഇപ്പൊ നമുക്ക് ടൈറ്റിൽ വരുന്ന എന്താണ്, മോഡൽ ഹെഡിങ് എന്നാണ്. അത് മാറ്റിയിട്ട് ആഡ് സ്റ്റുഡന്റ് എന്നാണ്. ആഡ് സ്റ്റുഡൻസ് അല്ല, ഒരിക്കലും നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് അല്ല, അതുകൊണ്ട് ആഡ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഈ ഒരു ബോഡി സെക്ഷനിലാണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടത്, ഒരു ഫോം കൊടുക്കേണ്ടത്. റിയാക്ടിൽ കമന്റ് കൊടുക്കുന്ന എങ്ങനെയാണ്, കേർലി ബ്രേസ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ സ്ലാഷ്, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡിലൊക്കെ കമന്റ് കൊടുക്കുന്ന രീതിയിലുള്ള കമന്റ് ആണ് നമ്മൾ റിയാക്റ്റിൽ കമന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. HTML ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ റിയാക്റ്റിലാകുന്ന സമയത്ത് നമ്മൾ ആ ജാവാസ്ക്രിപ്റ്റിന്റെ കമന്റ് അത് കേർലി ബ്രേസ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഫോം വരേണ്ടത്. പിന്നെ ക്ലോസ് എന്നുള്ള ബട്ടൺ ആ നെയിം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ്, ഫോം റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കാം. പിന്നെ അതേപോലെ സേവ് ചേഞ്ചസ് എന്നുള്ള മാറ്റി ജസ്റ്റ് സേവ് എന്നാക്കി മാറ്റി. ഇനി ഈ ഒരു ബട്ടൺ നമുക്ക് എവിടെയാണ് വേണ്ടത്, ഒരു ഫോമിന്റെ ഉള്ളിലാണ് ബട്ടണും അതല്ലെങ്കിൽ ഫോമും വേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഈ മോഡൽ ഫൂട്ടർ പ്ലേസ് ചെയ്തിട്ട് ആ ഫൂട്ടറിന്റെ ഈ ഒരു ബട്ടൺസ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം ആയിട്ടുള്ള ബട്ടൺ ബോഡിയിൽ തന്നെ നമുക്ക് ബട്ടൺ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു സെക്ഷൻ റിമൂവ് ചെയ്യാം. നമുക്ക് ഈ ഒരു സെക്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സെക്ഷൻ ഒരു ഫോമിന്റെ ഉള്ളിലായിരിക്കണം. അതായത് ഇത്രയും സെക്ഷൻ ഒരു ഫോമിന്റെ ഉള്ളിലായിരിക്കണം. ഇനി അതല്ല, ഫോം നമ്മൾ കൊടുക്കുന്നത് ബോഡിന്റെ ഉള്ളിലാണെങ്കിൽ ആ ബോഡിയിലെ ഫോമിന്റെ ഉള്ളിലായിരിക്കണം ബട്ടൺ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രീതി ഒഴിവാക്കിയും വേണം. അപ്പൊ ഒരു ഫോം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് അതിന്റെ ഡോക്യുമെന്റേഷൻ നോക്കാം. റിയാക്ട് ബൂട്ട്സ്ട്രാപ്പിൽ വന്നിട്ട് ഫോംസ് എന്ന് പറയുന്ന സെക്ഷനിൽ അതിന്റെ ഓവർവ്യൂ നോക്കി കഴിഞ്ഞാൽ കാണാം ഫോം കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ എലമെന്റിന് ഫോം ഗ്രൂപ്പും അതിന്റെ ലേബലും കൺട്രോളും പിന്നെ ഹിന്റ് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫോം ഡോട്ട് ടെക്സ്റ്റും കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ആ ഒരു സെക്ഷൻ നമുക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഈ ഒരു ബോഡി സെക്ഷനിലേക്ക് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബോഡി സെക്ഷനിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇത് സ്റ്റുഡന്റിന്റെ ഫോമാണ്, സ്റ്റുഡന്റിന്റെ പേജാണ്, ലിസ്റ്റ് ചെയ്യുന്ന പേജ്. അപ്പൊ അതിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് കമ്പോണൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ലെങ്തി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീബഗ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു സെപ്പറേറ്റ് കമ്പോണന്റ് ആക്കി മാറ്റണം. അപ്പൊ നമ്മളിവിടെ പുതിയൊരു വ്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ, ഇപ്പൊ നമുക്ക് വ്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ സ്റ്റുഡന്റിന്റെ ഒരു ഫയൽ ഉണ്ടായിരുന്നുള്ളൂ. 2 ഫയൽ വന്നതുകൊണ്ട് നമുക്ക് അതിന് സ്റ്റുഡന്റിന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് മാറ്റണം. അപ്പൊ വ്യൂസിൽ വന്നിട്ട് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാക്കി അതിന്റെ ഉള്ളിലാണ് പുതിയ കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ന്യൂ ഫയൽ കൊടുത്തു, സ്റ്റുഡന്റ് ഫോം പേര് കൊടുത്തു, .jsx കോൺസ്റ്റ് സ്റ്റുഡന്റ് ഫോം ഈക്വൽ ടു, അതൊരു ആരോ ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് റിട്ടേൺ ബ്രാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു ഫോം ഒക്കെ കൊടുത്തു. അതിനുശേഷം എക്സ്പോർട്ട് ഡീഫോൾട്ട് കൊടുക്കുകയാണ്, എക്സ്പോർട്ട് ഡീഫോൾട്ട് സ്റ്റുഡന്റ് ഫോം. ഇനി നമ്മുടെ ഫോമും ബട്ടണും നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് എന്നുള്ള ഫോമും ബട്ടണും ഇമ്പോർട്ട് ചെയ്ത് ഇപ്പൊ എറേഴ്സ് ഒന്നുമില്ല. ഇനി ഈ ഒരു ഫോം നമുക്ക് ആ ഒരു സ്റ്റുഡന്റിന്റെ JSX ഫയലിൽ യൂസ് ചെയ്യാം. മോഡലിന്റെ ബോഡി സെക്ഷൻ, മോഡൽ ഡോട്ട് ബോഡി, മോഡലിന് 2 സെക്ഷനാണുള്ള, മോഡൽ കഴിഞ്ഞിട്ട് മോഡൽ ഹെഡർ, മോഡൽ ബോഡി, മോഡൽ ഫൂട്ടർ. അതിൽ ബോഡിന്റെ ഉള്ളിൽ നമ്മൾ അത് യൂസ് ചെയ്യാം. സ്റ്റുഡന്റ് ഫോം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇമ്പോർട്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ മാനുവലി അത് ഇമ്പോർട്ട് ചെയ്യണം. ഈ എന്താണ് വരുന്നത് എന്നുള്ളത് ചെക്ക്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ടൈറ്റിൽ ആഡ് സ്റ്റുഡന്റ് ആയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഉള്ളിൽ നമുക്ക് ഇമെയിൽ അഡ്രസ്, പാസ്വേഡ്, ചെക്ക് മീ ഔട്ട്, അതാണ് സാമ്പിൾ കോഡിലുള്ളത്. നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിലൊരു സബ്മിറ്റ് ബട്ടൺ കൂടെ വന്നിട്ടുണ്ട്. അതാണ് ആ ഒരു ഫോമിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ബട്ടൺ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഫോം, നമ്മൾ എവിടെയാണ് ഫോം കൊടുത്തുള്ള സ്റ്റുഡന്റ് ഫോം എന്ന് പറഞ്ഞ കമ്പോണന്റ് ഉള്ളിൽ, അവിടെയാണ് നമ്മൾ ഫോം ഓപ്പൺ ചെയ്തിട്ട്. അപ്പൊ ആ ഫോം ക്ലോസ് ചെയ്യുന്നതിന്റെ മുമ്പായിരിക്കണം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ഉള്ളത്. തൽക്കാലം ഞാൻ ആ സബ്മിറ്റ് ബട്ടൺ ഇവിടുന്ന് ഒഴിവാക്കി നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്തപ്പോൾ ആ ബട്ടൺ പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ബട്ടൺ മാത്രമേ, സേവും റീസെറ്റും മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ബട്ടൺ വിളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പോപ്പപ്പ് ക്ലോസ് ആവുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫോം നമുക്ക് ആ ഒരു മെയിൻ കമ്പോണന്റിനെ റാപ്പ് ചെയ്യണം. അപ്പൊ ഈ ഫോം ഇവിടുന്ന് എടുത്ത് മാറ്റുന്ന സമയത്ത് ഇവിടെ നമുക്ക് റൂട്ടിൽ രണ്ടല്ല 3 കമ്പോണന്റ് ഉണ്ട്. 1, 2, 3 കമ്പോണന്റ്. അപ്പൊ 3 കമ്പോണന്റ് ഒരു റൂട്ട് ഇല്ലാതെ എങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് റിയാക്ടിന്റെ ഫ്രാഗ്മെന്റ് ഉപയോഗിക്കാം. ഫ്രാഗ്മെന്റിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി അതല്ല, അതിന്റെ നെയിം കൂടെ കൊടുക്കുകയാണെങ്കിൽ ഫ്രാഗ്മെന്റ്, ഇങ്ങനെ ഫ്രാഗ്മെന്റ് നെയിം കൊടുക്കണം. സിമ്പിൾ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ ഷോർട്ട് കോഡ് കൊടുക്കും. അപ്പൊ ഷോർട്ട് കോഡ് കൊടുത്തു, അതിന്റെ ഉള്ളിൽ നമ്മൾ പ്ലേസ് ചെയ്തു. ഇപ്പൊ ഇവിടെ എറേഴ്സ് ഒന്നുമില്ല. ഇനി നമ്മൾ ആ ഒരു മോഡൽ വന്നിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ, അതായത് ഫൂട്ടറും പിന്നെ ഫോമും കൂടെ എന്തിലായിരിക്കണം, നമ്മളുടെ ഒരു ഫോമിലായിരിക്കണം. അപ്പൊ നമുക്ക് ഹെഡർ കൂടെ അതിൽ പ്ലേസ് ചെയ്യാൻ വേണമെങ്കിൽ അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാം. നമ്മൾ ഈ ഒരു സെക്ഷൻ കട്ട് ചെയ്തെടുത്തിട്ട് ഫോം ഇവിടെ കൊടുത്തു. റിയാക്ട് ബൂട്ട്സ്ട്രാപ്പിന്റെ ഫോം എന്ന് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ ഇമ്പോർട്ട് ആവും. ഇനി നമുക്ക് അതിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും മിസ്റ്റേക്കുകളൊന്നുമില്ല, സെയിം രീതി തന്നെയാണ്, ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ബട്ടണ് നമുക്ക് ടൈപ്പ് സബ്മിറ്റ് എന്ന് കൊടുക്കാം. ഈ ഒരു ബട്ടൺ നമുക്ക് ടൈപ്പ് റീസെറ്റ് എന്ന് കൊടുക്കാം. റീസെറ്റ് ബട്ടൺ ഒരു ഫോമിൽ എന്തെങ്കിലും എൻ്റർ ചെയ്യാം. റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ആ ഒരു ഓൺ ക്ലിക്ക് ഹാൻഡ്ലർ ആണ് വർക്ക് ചെയ്യുന്നത്. റീസെറ്റ് ബട്ടൺ കൊടുത്തപ്പോൾ ആ
ആ ഒരു ഡാറ്റ റിമൂവ് ആയിട്ടുണ്ട്. അപ്പൊ റീസെറ്റും സബ്മിറ്റും വർക്ക് ആവും. ആ ഒരു ഹാൻഡിലർ കോഡ് നമുക്ക് തിരിച്ചിടാം. നമുക്ക് പിന്നീട് അതിന്റെ ഫംഗ്ഷനാലിറ്റി ചെയ്യാം. ഇനി ഈ സ്റ്റുഡന്റ് ഫോമിലുള്ള എലിമെന്റ്സ് ഒന്ന് കറക്റ്റ് ചെയ്യണം. അതായത് ഏതൊക്കെ എലിമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് വേണ്ടത് നമുക്ക് നെയിം ആണ് വേണ്ടത്. അപ്പൊ ആദ്യത്തെ കൺട്രോളിന് നമുക്ക് കൺട്രോൾ ID, അത് ഫോം ഗ്രൂപ്പിന് കൺട്രോൾ ID എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിന് നമ്മൾ ഇമെയിലിന് പകരം നെയിം എന്ന് കൊടുക്കുകയാണ്. ലേബൽ ഫോം ഡോട്ട് ലേബലിന്റെ ഉള്ളിൽ ഫുൾ നെയിം എന്ന് കൊടുക്കണം. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ആയിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ ഫോർ ടെമ്പററി പർപ്പസ് നമ്മൾ ഫുൾ നെയിം എന്നാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോ ഏതൊക്കെ കമ്പോണൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ കമ്പോണൻസ് ചെയ്യണം. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, മൊബൈൽ, പിന്നെ അതിനുശേഷം ഏതെങ്കിലും ഒരു ഡ്രോപ്പ് ഡൗൺ ചെയ്യണം, അതായത് സെലക്ട്, അതേപോലെ ഒരു ചെക്ക് ബോക്സ് ചെയ്യണം, ഒരു റേഡിയോയും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. ഫോം കൺട്രോൾ എന്നാണ് കൊടുക്കുക. ഫോം കൺട്രോൾ കൊടുത്ത് അതിന്റെ ടൈപ്പ് ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ആണ്, അതായത് ഇമെയിൽ അല്ല. പിന്നെ പ്ലേസ് ഹോൾഡർ എന്റെ ഫുൾ നെയിം കൊടുക്കുക. പ്ലേസ് ഹോൾഡർ എന്നുള്ളത് എന്റെ ഫുൾ നെയിം കൊടുത്തു. അതിന് ടെക്സ്റ്റ്, അതിന് ഒരു ഹിന്റ് ടെക്സ്റ്റ് ഒന്നും ആവശ്യമില്ല. പ്ലേസ് ഹോൾഡർ ഉള്ളത് കൊണ്ട് തന്നെ അത് ക്ലിയർ ആണ്. ഇനി നമ്മളത് കോപ്പി ചെയ്ത് ഇമെയിൽ ആക്കാം. കൺട്രോൾ ID ഇമെയിൽ കൊടുത്തു, ടൈപ്പ് ഇമെയിൽ കൊടുത്തു. ഇനി ആ ഒരു ചെക്ക് ബോക്സ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫുൾ നെയിമും ഇമെയിലും മാത്രമേ നമുക്ക് കമ്പോണൻസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ നെയിമും ഇമെയിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ആ ഒരു ഓപ്ഷന് ഫംഗ്ഷനാലിറ്റീസ് കൂടെ കൊടുക്കേണ്ടത്.